വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെന്തായാലും കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഒരു കിഡിലനായിട്ടുള്ള ഒരു ഗെയിം കളക്കാനായിട്ട്. ഇതെന്ന് വെച്ചാൽ ഒരു പൊളിയായിട്ടുള്ള ഒരു കിഡിലെ ഗെയിം കളക്കാനായിട്ട്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാരകമായിട്ടുള്ള ഒരു ഗെയിം കളക്കാനായിട്ട്. ഇതെന്ന് വെച്ചാൽ ഓക്കെ, എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഈ ഒരു ഗെയിമിനെ കുറിച്ചൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഗെയിം കളക്കാൻ നൈസായിട്ട് അങ്ങ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എന്ന് വെച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ ഷെവർലെറ്റിൻ്റെ കോർവറ്റാണ് കേട്ടോ. നമുക്ക് ഈ ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോർവറ്റ് കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഗെയിമിലുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തായാലും പറ്റുന്നതാണ് കേട്ടോ. കാർ കളക്ഷനൊക്കെ പറ്റുന്നതാണ്. വേറെയും കുറേ വണ്ടിയൊക്കെ നമുക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം എന്തായാലും പൈസകളൊക്കെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എൻ്റെ പിന്നെ കുറേ വണ്ടിയുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഇതൊക്കെ നമുക്ക് എന്തൊക്കെയോ ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ എന്തോ കാണിച്ചിടുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് വരുത്താനുള്ള എന്തോ കാറാണ് കേട്ടോ. ഓക്കെ, നമുക്കതല്ലല്ലോ നമ്മുടെ കാറിനെ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്താലാന്നൊരു പ്ലാനുണ്ട്. എൻ്റെ പോലെ നമ്മുടെ കാർ കസ്റ്റമൈസ് ചെയ്യണം, അതിന് നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. ഞായറാഴ്ച എല്ലാം ഫ്രീ ആയിരിക്കും. ഇതൊക്കെ നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാം കേസൊക്കെ. നമുക്കെന്തായാലും മൾട്ടിപ്ലെയർ വേറൊന്നും വേണ്ട, നമുക്ക് സിംഗിൾ പ്ലെയർ ഇട്ട് ജസ്റ്റ് എന്തായാലും ഫസ്റ്റ് എന്തായാലും ഒന്ന് കളിച്ചോക്കാം കേസൊക്കെ. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ വേറെയും വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ പോലെ നൈസ് ഗെയിം കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഗെയിമുകളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് കളിച്ചതെല്ലാം നോക്കാം കേട്ടോ. എൻ്റെ പൊന്നെ എന്തോ മോനെ ഒരു രക്ഷയില്ല. ഇതൊക്കെ വേറെ ലെവലാണ്. വേറെ കുറേ ക്യാമറ ആംഗിളുകളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ക്യാമറ ആംഗിൾ ഇട്ട് കളിക്കുക. എൻ്റെ മോനെ ഇതെന്താണ് ഗൈസ്, ഈ ഒരു വണ്ടി ഉണ്ട് ഡ്രിഫ്റ്റൊക്കെ അടിക്കും. എൻ്റെ മോനെ വണ്ടി ഡ്രിഫ്റ്റൊക്കെ അടിക്കുമല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി ജസ്റ്റ് എന്തായാലും ഒരിക്കൽ കൂടെ ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ നമ്മളെല്ലാം ഇടിച്ച് പൊളിച്ചോണ്ട് പോവുകയാണല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു സാധനം ഇടാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഈ സാധനം ഇട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബട്ടണില്ലേ. ഓക്കെ, ഈ സാധനം ഇതിൻ്റെ പേരെന്തായിരുന്നെന്ന് മറന്നു ഗൈസ്. ഓക്കെ, ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി നമ്മളിങ്ങനെ ചെറുതായിട്ട് തിരിച്ചാൽ പോലും വണ്ടി ഇതേപോലെ സ്കിഡ് അടിക്കും ഗൈസ്. ഓക്കെ, സ്കിഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയ്യിൽ നിൽക്കില്ല. വണ്ടി എൻ്റെ തോന്നിയാസത്തിന് അങ്ങ് പോകും ഗൈസ്. ഓക്കെ, ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ മോനെ ഈ സാധനം, എൻ്റെ മോനെ ഇതെന്താണ് ഇയാളെ നമ്മൾ എന്താണ് ഈ കാണിക്കണത്? ഓ, നമ്മുടെ വണ്ടി നശിച്ച് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പൊട്ടി ഗൈസ്. ഓക്കെ, ഫ്രണ്ട് ക്യാമറ അങ്ങനെ നോക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ പോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഉണ്ട് മൊത്തത്തിലങ്ങ് പൊളിഞ്ഞ് തൗരൂടെ പോയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ വണ്ടി റിപ്പയർ ആകും കേസ്. ഓക്കെ, അത് വേറെ കേസാണ്. ഓക്കെ, നമുക്കുണ്ട് ഈ ഒരു മോഡിട്ട് കഴിഞ്ഞാൽ നമുക്കില്ല, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും വണ്ടി ഡ്രിഫ്റ്റ് അടിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്കെ കേസ്, ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊന്ന് കയറും കേസ്. അങ്ങനെയാണ് എനിക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും കറക്റ്റ് നമുക്ക് എന്തായാലും ഡ്രിഫ്റ്റ് അടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ സിംഗിൾ ഡ്രൈവിൽ നമുക്കതൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, നമുക്കില്ല വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം കേസ്. ഓക്കെ, ഓക്കെ കേസ്, ഇവിടെ ഇപ്പോൾ 200, ഓക്കെ ഇവിടെ ഇപ്പോൾ 300 അടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, 200 കഴിഞ്ഞ് 300 അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ 317, 318. ഓക്കെ, എൻ്റെ മോനെ ഒരു വളവ് വന്നു. ഓക്കെ, ഇതങ്ങ് ഓഫ് ചെയ്തോളാം അല്ലെ വണ്ടി സ്കിഡ് അടിക്കും കേസ്. ഓക്കെ, എത്ര കയറുമെന്ന് അറിയണം. 318 വരെ എന്തോ നേരത്തെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നേരെ എന്തായാലും പെടച്ചങ്ങ് വിടാം കേസ്. ഓക്കെ, പോട്ട് ഇവിടെ നേരെ അങ്ങോട്ട് എയർപോർട്ടാണ് ഗൈസ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം, നമ്മളിതിനു മുമ്പ് ഈ ഗെയിം കളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 300. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും 304. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ സ്പീഡുകളൊക്കെ എന്തായാലും കുറഞ്ഞെന്തായാലും വരുന്ന എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ ക്ലെയിമുകൾ കണക്ക് നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാനായിട്ട് എന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് വേറെ വണ്ടികളാണല്ലോ. ഓക്കെ, എൻ്റെ മോനെ നമ്മൾ അടുത്ത വണ്ടി നൈസായിട്ട് എന്തായാലും നമ്മൾ അൺലോക്ക് ആക്കി കാണിച്ചത് ഏത് വണ്ടിയുടെ. ഓക്കെ, ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ജീപ്പാണ്. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ ഇപ്പം എന്തായാലും എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ നമുക്കെന്തായാലും ലെവലപ്പുകളൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും രണ്ടാമത്തെ വണ്ടി നമ്മളങ്ങനെ നൈസായിട്ട് നമ്മളെന്തായാലും അൺലോക്ക് ആക്കി കാണും. ഇതെന്ന് വെച്ചാൽ ജീപ്പാണ് ഗൈസ്. ഓക്കെ, ജീപ്പിൻ്റെ റാംഗ്ലറാണ്. ഓക്കെ, റൂബിക്കോൺ അല്ല ഗൈസ്. ഓക്കെ, ഇത് റാംഗ്ലറാണ്. ഓക്കെ, നമുക്കെന്തായാലും റാംഗ്ലർ ഒന്ന് ഓടിച്ചോക്കാം. നമ്മൾ ഇത്രയും നേരം നമ്മുടെ മറ്റേ വണ്ടിയിൽ ഓടിച്ചത്, നമ്മുടെ മറ്റേ വണ്ടിയിലേക്ക് ഇത്രയും നേരം നമ്മൾ മറ്റേ വണ്ടിയാണ് ഓടിച്ചത്, നമ്മുടെ കോർവറ്റ്. ഓക്കെ, ഇതും ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. എൻ്റെ പൊന്നെ ഇതും ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. ഇതൊക്കെ പക്ഷെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതൊക്കെ നമ്മുടെ ജീപ്പ് വെച്ച് നമുക്ക് എന്തായാലും കണ്ടോ ഡ്രിഫ്റ്റ് അടിക്കാനായിട്ട് തന്നെ പറ്റുന്നതാണ്. ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കുക. എൻ്റെ മോനെ ക്യാമറ ആംഗിളൊന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. ഈ ഒരു ക്യാമറ ആംഗിൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ, പക്ഷേ ക്യാമറ ആംഗിൾ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല ഇതൊക്കെ. ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കാൻ കേസൊക്കെ. നമുക്കിനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് നേരെ നമുക്ക് എന്തായാലും വണ്ടി ചവിട്ടി വിട്ട് നമുക്ക് എന്തായാലും ഡ്രിഫ്റ്റ് അടിച്ച് എന്തായാലും തിരിക്കാം കേസ്. ഓക്കെ,
അപ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, എന്തായാലും ഹൈ സ്പീഡിൽ ഏകദേശം എത്തിയിടുന്നല്ലോ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നു 196 197 ആ ഒരു റേഞ്ചിലായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി ചവിട്ടി തരുമോ. ഇതിൻ്റെ ഡ്രിഫ്റ്റ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ല ഗൈസ്. എന്തായാലും ഒരിക്കൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഗൈസ്. പക്ഷേ ഇങ്ങനെയൊക്കെ തിരിക്കുമ്പോൾ വണ്ടി നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് അടിക്കണമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ മറ്റേ കോർവറ്റ് മതി ഗൈസ്. ഓക്കെ, ഈ വണ്ടിക്കാണ് നല്ല സ്പീഡ് കണക്ക് എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഇടുകയാണെങ്കിൽ വണ്ടി ഹൈ സ്പീഡ് കയറും കേട്ടോ. ഓക്കെ, അപ്പുറത്തത് ചാലഞ്ച് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോലെ എൻ്റെ മോന് നമ്മുടെ കോർവറ്റ് ഇടിച്ചിരുന്നെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഗെയിം നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, അടിപൊളി ഗെയിമാണ് കേട്ടോ. ഓക്കെ, ഒരിക്കലൊന്ന് കളിച്ചു നോക്കണം ഗൈസ്. പൊളി ഗെയിമാണ് കേട്ടോ, അടിപൊളിയാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ഗെയിം. ഓക്കെ, പ്ലേ സ്റ്റോറിൽ എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് അടിച്ചാൽ സാധനം കിട്ടുക ഗൈസ്. ഓക്കെ, എൻ്റെ മോൻ നമ്മളെല്ലാം ഇടിച്ച് പൊളിക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി എന്തായാലും ചവിട്ടി ഇങ്ങനെ വിടാം ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും നേരെ എയർപോർട്ടിൽ പോലെ എൻ്റെ മോനെ നമ്മുടെ കോർവറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ മോനെ കോർവറ്റിൻ്റെ പരിപ്പിളക്കി എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി റിപ്പയർ ആകും ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതെന്ത് സാധനമാണ്, ഇത് റീസ്പോൺ ആണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളട്ടെ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോകളൊക്കെ ആയിരുന്നു ഗൈസ്. ഒക്കെ നമ്മുടെ പുതിയൊരു ഗെയിമിൻ്റെ ഒരു വീഡിയോകളൊക്കെ ആയിരുന്നു നമ്മളിപ്പം ഇട്ടെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും പുതിയ വീഡിയോ ഇട്ടാൽ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ അതിൽ ഇപ്പം തന്നെ എന്തായാലും ചെയ്തെന്തായാലും വയ്ക്കുക. ഓക്കെ, ഇതിലായിട്ട് ആരും നമ്മുടെ ഈ വീഡിയോ ഇതിലായിട്ട് ആരും ലൈക്ക് ചെയ്യാതെ തിരിച്ച് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത വീഡിയോസുകളൊക്കെ അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതായിട്ട്. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.